എറണാകുളം ഹൗസിംഗ് ബോർഡിന്റെ റവന്യൂ ടവറിലെ വെള്ളത്തിൽ സെപ്റ്റിക് ടാങ്ക് മാലിന്യം കലർന്നതായി ആശങ്ക. ഒട്ടേറെ ജീവനക്കാർക്ക് അണുബാധ ഉണ്ടായതോടെയാണ് വെള്ളം ശേഖരിക്കാൻ തയ്യാറാക്കിയ ടാങ്കിൽ മാലിന്യം കലർന്നതായി സംശയമുയർന്നത്. കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യമുണ്ടോ എന്നറിയാൻ വെള്ളം പരിശോധനയ്ക്ക് അയച്ചു. ഹൗസിംഗ് ബോർഡിന് കീഴിലെ റവന്യൂ ടവറിൽ നിരവധി സർക്കാർ ഓഫീസുകളും വ്യാപാര സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ വിവിധ സ്ഥാപനങ്ങളിലെ ഒട്ടേറെ ജീവനക്കാർക്കാണ് ഏതാനും ദിവസമായി വയറിളക്കവും ഛർദിയും പനിയും അനുഭവപ്പെട്ടത്. ജില്ലാ ലോട്ടറി ഓഫീസിലെയും സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലെയും നിരവധി പേർക്കും സമാനമായ ലക്ഷണങ്ങളുണ്ടായി. കെട്ടിടത്തിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്ന ടാങ്കും സെപ്റ്റിക് മാലിന്യവും കൂടിക്കലർന്നതാണ് അണുബാധയ്ക്ക് കാരണമെന്നാണ് പരാതി. ഈ ബിൽഡിങ്ങിൽ ഏതാണ്ട് 10 ഓഫീസുകൾ വർക്ക് ചെയ്യുന്നുണ്ട്, ചെറുതും വലുതുമായിട്ട്. ഈ 10 ഓഫീസിലെയും ജീവനക്കാർക്ക് ഈ വിധ അസുഖങ്ങൾ എല്ലാവർക്കും പിടിച്ചു. വെള്ളം കുടിച്ചവർക്ക് മാത്രമല്ല, വെറുതെ കൈ കഴുകി മറ്റു ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ആ കയ്യിൽ അതിൻ്റെ അണുക്കൾ വന്നിട്ടാണ് പിന്നെ ഈ മാരകമായ അസുഖങ്ങളിലേക്ക് മാറി തുടങ്ങിയത്. കെട്ടിടത്തിൽ വ്യാപാര സ്ഥാപനം നടത്തുന്നവരും ആശങ്കയിലാണ്. ഷോപ്പുകാരോടൊക്കെ അന്വേഷിച്ചപ്പോൾ എല്ലാവർക്കും വയറുവേദനയും ഛർദിലും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരമാണ് അറിയുന്നത് ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ കിട്ടിയ സെപ്റ്റിക് ടാങ്ക് ലീക്കായിട്ട് ഓവർഫ്ലോ വന്ന് വാട്ടർ ടാങ്കിൽ വീണിട്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞു. തുറസായ സ്ഥലത്ത് കുഴിയെടുത്ത് നിർമ്മിച്ച ടാങ്കിലെ വെള്ളത്തിൽ മാലിന്യം കലരാനുള്ള സാധ്യതയും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. വെള്ളത്തിന്റെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും സെപ്റ്റിക് മാലിന്യം ടാങ്കിൽ കലരാനുള്ള സാഹചര്യമില്ലെന്നുമാണ് ഹൗസിംഗ് ബോർഡ് അധികൃതരുടെ വിശദീകരണം. ഒട്ടേറെ പേർക്ക് സമാന ലക്ഷണങ്ങളോടെയുള്ള അണുബാധ ഉണ്ടായതോടെ കടുത്ത ആശങ്കയിലാണ് ജീവനക്കാർ. മീഡിയ 1 കൊച്ചി.